ഹായ് ഹലോ വെൽക്കം ടു ആൻസ് കിച്ചൺ. 6 മാസം മുതലാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടി ആഹാരം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുത്തു തുടങ്ങുന്ന ഫുഡുകളാണ് ഒന്ന് കണ്ണൻകായയുടെ പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ കുറുക്ക്, റാഗി കുറുക്ക് തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഈ റാഗി കുറുക്ക് നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഒന്ന് സാധാരണ റാഗി കുറുക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് റാഗിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. തണുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഇതിൽ എക്സ്ട്രാ മധുരമോ ഉപ്പോ ഒന്നും ചേർക്കേണ്ടതില്ല. 2 വയസ്സ് വരെ കുട്ടികൾക്ക് മധുരം ഉപ്പൊന്നും കൊടുക്കുന്നത് നല്ലതല്ല. റാഗി കൊണ്ട് 2 വിധത്തിൽ കുറുക്കുണ്ടാക്കാമല്ലോ. ഒന്ന് റാഗി അരച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം അരിച്ചിട്ട് അതുകൊണ്ട് കുറുക്കുണ്ടാക്കാം. 2 റാഗി പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടി കലക്കിയിട്ട് കുറുക്കുണ്ടാക്കാം. ഈ റാഗി പൊടിച്ചിട്ട് ആ ഒരു പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കുന്നതാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത്. 2 റാഗി പഴം കുറുക്കാണ്. റാഗി വെള്ളത്തിൽ ചേർത്തിട്ട് കുറുക്കുണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് നാടൻ പഴം നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഈ ഒരു കുറുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല പോഷകവും കിട്ടും. 3 റാഗി ആപ്പിൾ പ്യൂറിയാണ്. ആപ്പിൾ നന്നായിട്ട് വേവിച്ചിട്ട് ഒരു പ്യൂറി പരുവത്തിലാക്കി എടുക്കാം. കുറുക്കുണ്ടാക്കിയതിന് ശേഷം, അതായത് റാഗിപ്പൊടി വെള്ളത്തിൽ ചേർത്ത് കുറുക്കുണ്ടാക്കിയതിന് ശേഷം ഈ കുറുക്കിലേക്ക് ഈ ആപ്പിൾ പ്യൂറി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്ക് ടേസ്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു എളുപ്പത്തിൽ ദഹിക്കുകയും ചെയ്യും. അടുത്തത് റാഗി പാൽ കുറുക്കാണ്. ഇത് പക്ഷേങ്കിൽ 1 വയസ്സിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സിന് മുന്നേ പശുവിൻ പാൽ ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. 5-മത്തേത് റാഗി ക്യാരറ്റ് പ്യൂറിയാണ്. ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് പ്യൂറി ആക്കുക. റാഗി ഉണ്ടാക്കിയതിന് ശേഷം വെള്ളത്തിൽ ചേർത്ത് ഉണ്ടാക്കിയതിന് ശേഷം ഈ റാഗി കുറുക്കിലേക്ക് ഈ ക്യാരറ്റ് പ്യൂറിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കണ്ണിന് നല്ലതാണ് കുട്ടികൾക്ക്, അതുപോലെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു കുറുക്കാണിത്. അടുത്തത് റാഗി തേങ്ങാപ്പാൽ കുറുക്കാണ്. ഇത് 8 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. തിളപ്പിച്ച തേങ്ങാപ്പാൽ ചെറിയ അളവിൽ കുറുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാക്കും കുറുക്കിന്. ഇനി ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ വലിയ അളവിൽ കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. ചെറിയ അളവിൽ മാത്രം കൊടുത്തു തുടങ്ങുക. അതിന് ശേഷം അളവ് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പും പഞ്ചസാരയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. 2 വയസ്സ് വരെ ഉപ്പും പഞ്ചസാരയും കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ല. ഇനി ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കുറുക്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.